ഇത്രയൊക്കെ ഡിറ്റക്ട് ചെയ്യുന്ന ഡ്രസ്സുകളുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതും പോട്ടെ, വെജിറ്റബിളിൽ നിന്ന് ചിക്കൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞാലോ? ഇംപോസിബിൾ. ഇനി ഇതൊരു സ്പ്രേ ബോട്ടിലാണ്. ഇതിൻ്റെ ഒരു സ്മെല്ല് നിങ്ങൾക്ക് അവിടെ കിട്ടിയോ? കിട്ടിയിട്ടുണ്ടാവില്ല. എന്നാൽ ആ രീതിയിലേക്കാണ് നമ്മൾ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഇനിയുള്ള മിനിറ്റുകൾ. ഇനി ഞാൻ പറയാൻ പോകുന്ന 5 ജോലികൾ നിങ്ങൾ സ്കൂളിലോ കോളേജിലോ കേട്ടിട്ടുണ്ടായിരിക്കില്ല. വെറും 5 ജോലികളല്ല, പ്രതിവർഷം 40 ലക്ഷം വരെ നേടിത്തരാൻ പറ്റുന്ന ജോലികൾ. ആൻഡ് ദി ബെസ്റ്റ് പാർട്ട് ഇസ്, ഇതിൽ അവസാനം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ജോലിയാണ് നിങ്ങളെ ഏറ്റവും എക്സൈറ്റ് ചെയ്യിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണുക. വെൽക്കം ടു അനദർ ഫ്രഷ് ന്യൂ എപ്പിസോഡ് ഓഫ് കരിയർ കോമ്പസ്. നമുക്ക് കളിക്കാനും കയ്യിൽ വെക്കാനും ഒക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡോൾ ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് നമ്മൾ പറയും ടെഡ്ഡി ബെയർ. എന്നാൽ ടെഡ്ഡി ബെയറിന് പകരം നിങ്ങളുടെ കയ്യിലുള്ളതൊരു പാമ്പാണെങ്കിലോ? റബ്ബറൊന്നും അല്ല, പ്ലാസ്റ്റിക്കും അല്ല, നല്ല റിയൽ പാമ്പ്. ഈ ഒരു വീഡിയോയിൽ കാണുന്നത്ര ധൈര്യം ഇല്ലെന്ന് മാത്രമല്ല, പാമ്പുകളെ കണ്ടാൽ പേടിച്ചോടുന്നവരായിരിക്കും നമ്മളിൽ പലരും. ഇനി പാമ്പുകളെ കണ്ടാൽ പേടിച്ചോടാത്തവരായിട്ടൊരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞാലോ? പേടിയില്ലെന്ന് മാത്രമല്ല, അവരുടെ കൂടെ ജോലി ചെയ്യുന്നവർ. ആരാണെന്നല്ലേ? ഹെർപ്പറ്റോളജിസ്റ്റ്. ഒരു കാട്ടിലുള്ള റെപ്റ്റൈൽസിന്റെയും ആംഫിബിയൻസിന്റെയും എണ്ണം എത്രയെന്ന് ട്രാക്ക് ചെയ്യുക, അതുപോലെ തന്നെ ആന്റിവെനം എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം എന്ന കാര്യങ്ങൾ റിസർച്ച് ചെയ്യുന്നവരാണ് ഹെർപ്പറ്റോളജിസ്റ്റുകൾ എന്ന് പറയുന്നത്. വെറുതെ അല്ല, പ്രതിവർഷം 4 തൊട്ട് 7 ലക്ഷം വരെ സാലറി നേടിത്തരാവുന്ന ഒരു ജോലിയാണ് ഹെർപ്പറ്റോളജിസ്റ്റിൻ്റെത്. ഇനി എങ്ങനെ നിങ്ങൾക്ക് ഒരു ഹെർപ്പറ്റോളജിസ്റ്റ് ആവാം? സുവോളജിയിൽ ബിരുദം നേടിയ ശേഷം നിങ്ങൾക്ക് ഹെർപ്പറ്റോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്യാനായി സാധിക്കും. ഇതിനുശേഷം ഫീൽഡ് ട്രെയിനിങ്ങും എടുക്കാം. നേച്ചറുമായി ഇണങ്ങിച്ചേർന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും നിങ്ങൾക്കുള്ളതാണ് ഈ ജോലി. എന്തും സഹിക്കാം, എന്നാൽ ഇട്ട സോക്സിന്റെ മണം അത് മാത്രം സഹിക്കില്ല. നല്ല ചൂടത്ത് നമ്മൾ നടക്കുന്ന സമയത്ത് എവിടെയെങ്കിലും AC ഉള്ള ഒരു ഷോപ്പ് കണ്ടാൽ നമ്മൾ അവിടെ കയറിയിരിക്കും, അല്ലെ? നല്ല സുഖമാണ്, ഇറങ്ങാനേ തോന്നില്ല. എന്നാൽ ചൂടുള്ള സമയത്ത് നിങ്ങൾ ഒരു ടീഷർട്ട് ഇടുന്നു. ആ ടീഷർട്ടിന് നിങ്ങളെ തണുപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിലോ? അടിപൊളിയായിരിക്കും. അതുപോലെ സ്മെല്ല് ചെയ്യാത്തൊരു സോക്സ് ഉണ്ടെങ്കിൽ അതിലും അടിപൊളിയായിരിക്കും. തമാശയല്ല, ഇത്തരത്തിലുള്ള സ്മാർട്ട് ആയിട്ടുള്ള ഫാബ്രിക്സ് ഉണ്ടാക്കുന്നവരാണ് ഫാബ്രിക് ടെക്നോളജിസ്റ്റുകൾ. നിങ്ങളുടെ ബോഡിയിലെ ഷുഗർ ലെവൽ എത്ര, നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ടോ, ഇതുപോലെയുള്ള കാര്യങ്ങൾ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി സെൻസറുകൾ ഘടിപ്പിച്ചിരിക്കുന്ന സ്മാർട്ട് ഫാബ്രിക്കുകൾ ഉണ്ടാക്കുന്ന ആളുകളാണ് ഫാബ്രിക് ടെക്നോളജിസ്റ്റുകൾ. ബേസിക്കലി ഇവർ ചെയ്തത് ഇത്രയേ ഉള്ളൂ, ഫാഷനെ സയൻസുമായിട്ട് മിക്സ് ചെയ്യുന്നു. ഇന്ന് ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്തു പോകുന്ന അത്ലീറ്റ്സുകൾ വെയർ ചെയ്യുന്ന സ്പോർട്സ് വെയർ അടക്കം ഡിസൈൻ ചെയ്യുന്നതിൽ ഈ ഫാബ്രിക് ടെക്നോളജിസ്റ്റുകൾക്ക് വലിയൊരു പങ്കുണ്ട്. ഇന്ത്യയിലെ വൺ ഓഫ് ദ റിനൗണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ടുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയിലെ ഗ്രാജുവേറ്റ്സ് നാസയുമായി ചേർന്ന് സ്പേസ് സ്യൂട്ട് ഫാബ്രിക്കുകൾ നിർമ്മിച്ചിട്ടുണ്ട്. വെറുതെ അല്ല, 6 തൊട്ട് 10 ലക്ഷം വരെ സാലറി നേടിത്തരാവുന്ന ജോലിയാണ് ഫാബ്രിക് ടെക്നോളജിസ്റ്റിൻ്റെത്. ഇനി എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ഫാബ്രിക് ടെക്നോളജിസ്റ്റ് ആവാൻ സാധിക്കുക? ഫാഷൻ ടെക്നോളജിയിൽ ബിരുദം നേടിയ ശേഷം മെറ്റീരിയൽ സയൻസിൽ സ്പെഷ്യലൈസ് ചെയ്യുകയാണ് വേണ്ടത്. ഡയറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ ഇരുന്ന ഒരാൾ ജങ്ക് ഫുഡ് കഴിക്കുന്ന കണ്ടാൽ നമുക്ക് സഹിക്കാനാവില്ല. എന്നാൽ ജങ്ക് ഫുഡിന്റെ അതേ ടേസ്റ്റിൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ പറ്റിയാലോ? രണ്ടുണ്ട് ഗുണം. ഒന്ന്, കഴിക്കുന്ന ഫുഡ് ഹെൽത്തി ആയിരിക്കും. രണ്ടാമത്, ജങ്ക് ഫുഡ് കഴിച്ചു എന്ന കുറ്റബോധം ഉണ്ടാവില്ല. പ്ലാന്റ് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുകൊണ്ട് മീറ്റിന്റെ ടേസ്റ്റ് മിമിക് ചെയ്യുന്ന തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ഇന്ന് മാർക്കറ്റിൽ സുലഭമാണ്. നിങ്ങൾ കേട്ടിട്ടുള്ള വെജിറ്റബിൾ ഷവർമ ആയിക്കോട്ടെ, വെജിറ്റബിൾ ചിക്കൻ ആയിക്കോട്ടെ, ഇതെല്ലാം ഇതിന് എക്സാമ്പിൾസ് ആണ്. ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നതിൽ ഫുഡ് കെമിസ്റ്റുകളുടെ റോൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. നിങ്ങൾ ഇന്ന് യൂസ് ചെയ്യുന്ന ഇൻസ്റ്റന്റ് സാമ്പാർ ആയിക്കോട്ടെ, ഇൻസ്റ്റന്റ് ബട്ടർ ചിക്കൻ ആയിക്കോട്ടെ, ഇൻസ്റ്റന്റ് നൂഡിൽസ് ആയിക്കോട്ടെ, ഇതിനെല്ലാം പ്രിസർവേഷൻ, ക്വാളിറ്റി മെയിൻ്റനൻസ്, പാക്കേജിംഗ്, ഇതുപോലെയുള്ള കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ എന്ന് പറയുന്നത് ഈ ഫുഡ് കെമിസ്റ്റുകളുടെ തന്നെയാണ്. ഒരു ഫുഡ് കെമിസ്റ്റ് ആവാൻ നിങ്ങൾ ചെയ്യേണ്ടത് BSc കെമിസ്ട്രി എടുത്ത ശേഷം ഫുഡ് സയൻസിൽ സ്പെഷ്യലൈസ് ചെയ്യുക എന്നുള്ളതാണ്. പ്രതിവർഷം 6 തൊട്ട് 12 ലക്ഷം വരെ സാലറിയാണ് ഒരു ഫുഡ് കെമിസ്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ടേസ്റ്റ് ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ തന്നെ ഹെൽത്തി ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്യൂച്ചർ ആയിരിക്കും ഇനി നിങ്ങൾക്ക് മുന്നിൽ. യൂസഫ് ഭായ്, നിങ്ങൾക്ക് വളരെയധികം ഫെമിലിയർ ആയിട്ടുള്ളൊരു പേരും ഫേസുമാണ് അദ്ദേഹത്തിൻ്റെത്. നിങ്ങൾ കൊണ്ടുകൊടുക്കുന്ന ഏതൊരു സ്മെല്ലും അതൊരു മനുഷ്യൻ്റെതാകാം, ഒരു വസ്തുവിൻ്റെതാകാം, 15 മിനിറ്റിൽ റീക്രിയേറ്റ് ചെയ്തു തരുന്ന അദ്ദേഹം ഒരു സെൽഫ് സ്റ്റൈൽ പെർഫ്യൂമറാണ്. നമ്മുടെ ഇമോഷൻസിലേക്കുള്ള ഈസിയസ്റ്റ് റൂട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്മെല്ലാണ്. അതുകൊണ്ടാണ് ചില സ്മെല്ലുകൾ നമ്മളെ 10-20 വർഷം പിന്നിലേക്ക് കൊണ്ടുപോകുന്നത്. ഒരു റൂമിലേക്കോ ഷോപ്പിലേക്കോ കയറി ചെന്ന ഉടനെ ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ മൂഡ് ചേഞ്ച് ചെയ്യുന്ന തരത്തിലുള്ള അറോമകൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇത്തരത്തിലുള്ള അറോമ എന്ന് പറയുന്നത് റാൻഡം ആയിട്ട് വരുന്നതല്ല, അത് ഡിസൈൻ ചെയ്യുന്നതാണ്. ഈ പെർഫ്യൂമേഴ്സ് ആണ് ഇത്തരത്തിലുള്ള അറോമകൾ ഡിസൈൻ ചെയ്യുന്നത്. ഇനി എന്താണ് പെർഫ്യൂമേഴ്സിന്റെ ജോലി? വിവിധതരം നാച്ചുറൽ ആൻഡ് കെമിക്കൽ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തുകൊണ്ട് അറോമകൾ ക്രിയേറ്റ് ചെയ്യുന്നവരാണ് പെർഫ്യൂമേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിൽ ഇതിന് സ്കോപ്പ് ഉണ്ടോ എന്ന് ചോദിക്കുന്നവരോട്, വേൾഡിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പെർഫ്യൂം മാർക്കറ്റ്സ് ആയിട്ടാണ് ഇന്ന് ഇന്ത്യയെ കണക്കാക്കുന്നത്. ഇനി എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു പെർഫ്യൂമർ ആവാൻ സാധിക്കുക? അതിനായി നിങ്ങൾ കെമിസ്ട്രിയോ കോസ്മെറ്റിക് സയൻസോ പഠിച്ചിരിക്കണം. ശേഷം പെർഫ്യൂമറി സ്കൂൾ അല്ലെങ്കിൽ ഫ്രാഗ്രൻസ് കോഴ്സുകൾ അറ്റൻഡ് ചെയ്യാം. പ്രതിവർഷം 15 തൊട്ട് 30 ലക്ഷം വരെയാണ് നിങ്ങൾക്ക് സമ്പാദിക്കാനാവുക. നമ്മുടെയൊക്കെ കയ്യിൽ സ്മാർട്ട് ഫോണുകൾ ഉണ്ടാവും. ഈ സ്മാർട്ട് ഫോൺസിലെല്ലാം ഒരുപാട് ആപ്പുകളും ഉണ്ടാവും. ഈ ആപ്സ് എല്ലാം നിങ്ങളുടെ ബോഡിയിലാണെങ്കിലോ
ഒരു ആപ്പ് അപ്ഗ്രേഡ് ചെയ്യുന്നത് വഴി നിങ്ങളുടെ മെമ്മറി ബൂസ്റ്റ് ആവുന്നു, നിങ്ങളുടെ എനർജി ബൂസ്റ്റ് ആവുന്നു എന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലേ? ഇനി അതും പോട്ടെ, ഒരു ഡോർ ഓപ്പൺ ചെയ്യാൻ നിങ്ങളുടെ കൈകൾ ഉപയോഗിക്കുകയാണെങ്കിലോ? ചിന്തിക്കുമ്പോൾ ഇതൊരു സയൻസ് ഫിക്ഷൻ പോലെ തോന്നുമായിരിക്കും. നോട്ട് എനിമോർ. വെൽക്കം ടു ദി വേൾഡ് ഓഫ് ബയോ ഹാക്കേഴ്സ്. സയൻസ് ഉപയോഗിച്ചുകൊണ്ട് ബോഡിയും മൈൻഡും എൻഹാൻസ് ചെയ്യുന്ന, ബയോളജിയും ടെക്നോളജിയും കമ്പൈൻ ചെയ്യുന്നവരാണ് ബയോ ഹാക്കേഴ്സ്. നിങ്ങളുടെ ബ്രെയിൻ പവർ കൂട്ടാനായി നിങ്ങൾ ഒരു സാധനം കഴിക്കുന്നത് മുതൽ നിങ്ങളുടെ ബോഡിയിൽ ഒരു ചിപ്പ് ഇംപ്ലാന്റ് ചെയ്യുന്നത് വരെ ബയോ ഹാക്കിങ്ങിന്റെ ഭാഗമാണ്. ഇതിന്റെ ഒരു ഹൈടെക് വേർഷൻ ആണ് ഇന്ന് എലോൺ മസ്കിന്റെ ന്യൂറാലിങ്ക് എന്ന് പറയുന്ന കമ്പനി ചെയ്യുന്നത്. കേൾക്കുമ്പോൾ ഇംപോസിബിൾ എന്ന് തോന്നിയേക്കാം. എന്നാൽ 2024 ന്യൂറാലിങ്ക് അവരുടെ ആദ്യത്തെ ചിപ്പ് ഒരു പാരലൈസ്ഡ് ആയിട്ടുള്ള പേഷ്യന്റിന്റെ ബ്രെയിനിലേക്ക് ഇംപ്ലാന്റ് ചെയ്യുന്നു, 30 വയസ്സുകാരനായ നോളന്റ് അർബോയിലേക്ക്. അതുവഴി അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടറിന്റെ കേഴ്സർ അദ്ദേഹത്തിന്റെ മൈൻഡ് വഴി കൺട്രോൾ ചെയ്യാനും സാധിക്കുന്നു. സോ ബേസിക്കലി ബയോ ഹാക്കിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഹ്യൂമൻ ബ്രെയിനെ AI അല്ലെങ്കിൽ ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ബയോ ഹാക്കേഴ്സിനാണ് ഇനിയുള്ള ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ഒരു ബയോ ഹാക്കർ ആവാൻ നിങ്ങൾ ബയോടെക്നോളജിയോ ന്യൂറോ സയൻസോ സൈബർനെറ്റിക്സോ അറിഞ്ഞിരിക്കണം. ഇനി ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, 10 തൊട്ട് 40 ലക്ഷം വരെയാണ് പ്രതിവർഷം ഒരു ബയോ ഹാക്കറിന് കിട്ടുന്ന സാലറി. ഒരിക്കൽ എൻവിഡിയ കമ്പനിയുടെ CEO ആൻഡ് co-founder ആയിട്ടുള്ള ജെൻസൺ ഹുവാങ്ങിനോട് ചോദിക്കുകയുണ്ടായി, താങ്കൾ തിരിച്ചിനി കോളേജിലേക്ക് പോവുകയാണെങ്കിൽ ഏത് കോഴ്സ് ചൂസ് ചെയ്യുമെന്ന്. അന്ന് അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാൻ സോഫ്റ്റ്വെയർ സയൻസ് അല്ല, പകരം ഫിസിക്കൽ സയൻസ് ആവുമായിരുന്നു പഠിക്കുന്നത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചതിന് അദ്ദേഹത്തിന്റെ മറുപടി ഇതായിരുന്നു, ഇനി വരുന്നത് റിയൽ വേൾഡുമായി കണക്ട് ചെയ്തുകൊണ്ടുള്ള AI കാലഘട്ടമാണ്. അവിടെ ഫിസിക്കൽ സയൻസ് അറിഞ്ഞാലേ നിങ്ങൾക്ക് നല്ലൊരു കരിയർ സെറ്റ് ചെയ്യാനാവുകയുള്ളൂ. വലുതാകുമ്പോൾ ആരാകണം എന്ന ചോദ്യത്തിന് നിങ്ങൾക്കിനി 5 സാധ്യതകൾ കൂടി കൂട്ടിച്ചേർക്കാം. ഇതിന്റെ പാർട്ട് 2 വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എല്ലാവരിലേക്കും ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരേക്കും ഗുഡ് ബൈ.